ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ധ്യാനത്തിൻ്റെ 3-ാം ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ ആദ്യത്തെ ദിവസം നമ്മുടെ വിശ്വാസ സത്യം എന്താണെന്ന് കണ്ടു. 2-ാമത്തെ ദിവസം പ്രത്യേകമായിട്ടും പരിശുദ്ധയമ്മ നമ്മോട് ആവശ്യപ്പെടുക, നാം ക്രിസ്തു കേന്ദ്രീകൃത ക്രിസ്തുവാഹക വിശുദ്ധ ജീവിതത്തിൻ്റെ ഉടമകളായിരിക്കണം. ഇനി നമ്മൾ ഓരോരുത്തരും അനുഗ്രഹീതരായിരിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. നമുക്കും മറ്റുള്ളവർക്കും അനുഗ്രഹീതരായിരിക്കണം. ഈ വിഷയം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധയമ്മ നമ്മോടുകൂടി ആയിരിക്കട്ടെ. നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ കന്യകാമറിയത്തെ വളരെ ആഴങ്ങളിൽ സ്നേഹിക്കുകയും അമ്മയെക്കുറിച്ച് മനോഹരമായ പഠനങ്ങൾ നമുക്ക് നൽകിയ ഒരു വിശുദ്ധനാണ് ലൂയി ഡി മോൺഫോർട്ട്. അദ്ദേഹത്തിൻ്റെ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള പുസ്തകത്തിൻ്റെ പേര് ട്രൂ ഡിവോഷൻ, യഥാർത്ഥ ഭക്തി. 1842 ഏതാണ്ട് 150 വർഷങ്ങളോളം സന്യാസ ആശ്രമത്തിൻ്റെ താഴത്തെ നിലയിൽ ആരുമറിയാതെ കിടന്നിരുന്ന ഈ പുസ്തകം 1842 കണ്ടെത്തുക. ഇതൊരു നിധിയാണ് മാതാവിനെക്കുറിച്ച് എന്ന് പറയുന്നുണ്ട്. ആ പുസ്തകത്തിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് ഇപ്രകാരമാണ് പറയുക: യേശുവിലേക്കുള്ള, ദൈവത്തിലേക്കുള്ള ഏറ്റവും മനോഹരമായ ഷോർട്ട് കട്ട് പരിശുദ്ധ അമ്മയാണ് എന്ന്. ദൈവത്തിൻ്റെ ഏറ്റവും മികച്ച ഉത്കൃഷ്ടമായ സൃഷ്ടിയാണ് പരിശുദ്ധ അമ്മയെന്ന്. എന്നിട്ട് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, ലത്തീനിലൊരു വാക്കാണ് ഉപയോഗിക്കുക. നമ്മൾ ഈശോയെ പോലെയായിത്തീരണമെങ്കിൽ, അനുഗ്രഹീതരായിത്തീരണമെങ്കിൽ അമ്മയോട് ചോദിക്കണം. ആ ലത്തീനുള്ള വാക്ക് ഇതാണ്, ഫോർമാ ദെയ്. ഫോർമാ ദെയ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയും മോൾഡ് ഓഫ് ഗാഡ്, അല്ലെങ്കിൽ അച്ച്. നമുക്കറിയാം, നമ്മൾ ഒരച്ചുണ്ടാക്കി അതിൻ്റെ അകത്ത് വാക്സ് അല്ലെങ്കിൽ മെഴുകുഴിച്ചിട്ട് അത് കുറച്ച് നേരം ഇങ്ങനെ അടച്ചു പിടിച്ച് തുറക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ആ അച്ചിൻ്റെ ഉള്ളിലെ എല്ലാ രൂപഭാവങ്ങളും ഈ മെഴുകിൽ ഉണ്ടായിരിക്കും. അതുപോലെയാണെന്നാണ് മാതാവിനെ വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഈശോയെ പോലെ ആയിത്തീരണോ? മാതാവിനോട് പറയുക. കാരണം അമ്മ അവസാനമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞത് എന്താ? അവൻ പറയുന്നത് പോലെ ചെയ്യുക. എവിടെയെല്ലാം മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ, പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ, അവിടെയെല്ലാം മാതാവ് ചെയ്തിരിക്കുക, അവൻ പറയുന്നത് പോലെ ചെയ്യുക. മാനസാന്തരപ്പെടുക, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുക, പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് മാതാവ് പറയുന്നത്. അല്ലാതെ ഒരിക്കലും അമ്മയിലേക്ക് ആരെയും അടുപ്പിക്കുന്നില്ല. അമ്മയുടെ ജീവിതത്തിൻ്റെ ഏക ലക്ഷ്യമെന്ന് പറയുന്നത് എന്തായിരുന്നു? ഈശോയെ കൊടുക്കുക, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുക. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ഈശോ നിറഞ്ഞ്, അതിന് ക്രിസ്റ്റഫർ എന്ന് പറയും, ക്രിസ്തു വാഹക. ഈശോ നിറഞ്ഞ് ഈശോയെ ഉദരത്തിൽ സ്വീകരിച്ചുകൊണ്ട് മാതാവ് കടന്നു വരുമ്പോൾ ഏലീശ പുണ്യവതിയുടെ ഉദരത്തിലായിരുന്ന കുഞ്ഞ് കുതിച്ചു ചാടുന്നുണ്ട്. എന്നിട്ട് എന്താ സംഭവിക്കും? അവൾ പരിശുദ്ധാത്മാവിൽ ഉദ്ഘോഷിക്കുകയാണ്. നമ്മൾ ചെല്ലുന്ന പോലെ ഉറക്കം തൂങ്ങി പ്രാർത്ഥിക്കുകയല്ലേ എന്ന്. അവൾ ഉദ്ഘോഷിക്കുകയാണ്, എക്സൾട്ടേഷൻ. എന്താ എന്നേ? പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഏലീശ പുണ്യവതി പറയുക, നീ സ്ത്രീകളിൽ അനുഗ്രഹീത. ഞാൻ പലപ്പോഴും വിചാരിച്ചു, എന്താണ് മനുഷ്യരിൽ അനുഗ്രഹീത എന്നല്ലല്ലോ പറഞ്ഞത്, സ്ത്രീകളിൽ അനുഗ്രഹീത എന്നാണ് പറഞ്ഞത്. എന്താ? ഒരമ്മയായിട്ടവളുണ്ട്, ഒരു വെർജിൻ കന്യകയായിട്ടവളുണ്ട്, അതുപോലെ തന്നെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മകളായിട്ടവളുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി. ഈ എല്ലാ റോളുമുണ്ട്. ഒരമ്മ, ഒരു സ്ത്രീക്ക് എന്തെല്ലാം റോൾ വരുന്നുണ്ടോ അതിലെല്ലാത്തിലും ഇവൾ അനുഗ്രഹീതയാണ്.
കാരണം അവൾ ഈശോയുടെ അമ്മയായിരുന്നു, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായിരുന്നു. അവൾ അനുഗ്രഹീതയായിരുന്നതുപോലെ നമ്മൾ ഓരോരുത്തരും അനുഗ്രഹീതരാകണം. ഈ അനുഗ്രഹീതർ എന്ന് പറയുന്ന വാക്ക് തുടരെ തുടരെ വരുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ എവിടെയാണ്? സുവിശേഷ ഭാഗ്യങ്ങളിലാണ്. ബ്ലസ്സഡ് ആർ യു, ബ്ലസ്സഡ് ആർ യു, ബ്ലസ്സഡ് ആർ യു. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, അല്ലെങ്കിൽ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, നീതിയെ പ്രതി സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇതെല്ലാം യാഥാർത്ഥ്യമായ ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധ അമ്മയുടേത്. സഹനത്തിൽ അടിപതറാതെ തൻ്റെ പുത്രനോട് ചേർന്നുകൊണ്ട് അവസാന നിമിഷം വരെയും നടന്ന അമ്മയെ നമ്മൾ കാണുക. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ ഓർക്കുക, പ്രസിദ്ധനായ മിലാനിലെ കർദിനാളായിരുന്ന വലിയ ബൈബിൾ പണ്ഡിതനായിരുന്നു അദ്ദേഹം, കാർഡിനൽ മാർട്ടിനി പിതാവ് ഇപ്രകാരമാണ് പറയുക. എന്താണെന്നറിയോ? ദൈവത്തിൻ്റെ നിശബ്ദതയിൽ വിശ്വസ്തയോടുകൂടെ ചരിച്ചവളാണ് പരിശുദ്ധ കന്യകാമറിയം. അവളുടെ മഹിമ എന്ന് പറയുന്നത് അതാണെന്ന്. എന്താണ് ഈ ദൈവത്തിൻ്റെ നിശബ്ദത? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് മാതാവ് അരുൾ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ വിളിക്ക് പ്രത്യുത്തരം കൊടുത്തതിന് ശേഷം പിന്നെ ദൈവദൂതനോ ആരും മാതാവിനോട് സംസാരിച്ചിട്ടില്ല. അവിടെ മുതൽ ഇതാ കർത്താവിൻ്റെ ദാസി, അവളുടെ ഫസ്റ്റ് പ്രൊഫഷൻ, ഫൈനൽ പ്രൊഫഷൻ, ആദ്യത്തെ വ്രതവും അവസാനത്തെ വ്രതവും എടുക്കലുമായിരുന്നു. അവൾ അന്നു മുതൽ ദൈവത്തിൻ്റെ തിരഹത് നിറവേറ്റിയവളാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, മാതാവിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കി. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് അരുൾ ചെയ്തുകൊണ്ട് ദൈവഹിതത്തിനായിട്ട് സമർപ്പിക്കുന്ന അമ്മയ്ക്ക് കിട്ടുന്നത് എന്താ? യോസേഫ് പിതാവ് അവളുടെ ചാരിത്രത്തെ സംശയിക്കുന്നു. മാതാവ് ചോദ്യം ചെയ്തോ ഇതെന്തുകൊണ്ട് എന്ന്? മാതാവിനോട് ഏതെങ്കിലും ദൂതൻ വന്ന് പറഞ്ഞോ, സാരമില്ല, ഞാൻ യോസേഫിൻ്റെ അടുക്കൽ പോവുകയാണ്, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശരിയാക്കിക്കോളാം എന്ന്? ഒന്നുമില്ല. ആ കുഞ്ഞ് ജനിച്ചു വീഴേണ്ട സമയമായപ്പോഴവന് ജനിച്ചു വീഴുവാനായിട്ട് ഒരു സ്ഥലം പോലും കിട്ടാതെ തൻ്റെ കടിഞ്ഞൂൽ കുഞ്ഞിനെ പ്രസവിക്കുവാനായിട്ട് വേദനയോടുകൂടി ഒരു സ്ഥലം അന്വേഷിച്ച് നടന്ന തിരുക്കുടുംബം. പരിശുദ്ധി അമ്മ യോസേഫ് പിതാവ് അവൾ എന്തെങ്കിലും ചോദ്യം ദൈവത്തോട് ചോദിക്കുന്നുണ്ടോ? ആ കുഞ്ഞ് ജനിച്ചു വീണ ഉടനെ അവൻ്റെ ജീവന് വേണ്ടിയിട്ട് ഹെറോദോസിൻ്റെ വാൾ അവൻ്റെ പിന്നാലെ ഈജിപ്തിലേക്ക് രാത്രിയിൽ ഓടിപ്പോകുമ്പോൾ ആ അമ്മ ചോദിച്ചോ, എവിടെയാണ് നിൻ്റെ പദ്ധതി എന്ന്? നിങ്ങൾ മുൻപോട്ട് പോവുക. ഈശോയുടെ ജീവിതത്തിൽ നസ്രത്തിൽ വന്നുകൊണ്ട്, നസ്രത്ത് എന്ന് പറയുന്ന പട്ടണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. അവിടെയാണ് അവൾ ഉണ്ടായിരുന്നത്. പഴയ നിയമത്തിൽ നസ്രത്ത് എന്ന വാക്കുപോലും വരുന്നില്ല. നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ചോദിക്കുന്നുണ്ട്, നസ്രത്തിൽ നിന്നും എന്തെങ്കിലും നന്മ കടന്നു വരുമോ? അത്രമാത്രം ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള, യാതൊരു വിലമതിക്കപ്പെടാത്ത ഒരു സ്ഥലം. അവിടെ വന്ന് നിശബ്ദയായി ആ കുടുംബം ജീവിക്കുകയാണ്. എല്ലാ വേദനകളും യാതനകളും ഒരു കുടുംബത്തിൻ്റെ ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുന്നു. അവിടെ അമ്മ ഒരു ചോദ്യം ചോദിക്കുന്നില്ല. നിങ്ങൾ മുൻപോട്ട് പോവുക, ഈശോയുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്കൊന്ന് നോക്കുക. ദൈവം നൽകിയ ഈ പുത്രനെ ഇത്രമാത്രം സ്നേഹിച്ചൊരു വ്യക്തി മറ്റാരുമില്ല. അമ്മ സ്നേഹിച്ചതുപോലെ ആർക്കും സ്നേഹിക്കുവാൻ സാധിക്കില്ല. കാരണം അവളുടെ സ്നേഹം നിഷ്കളങ്കമായിരുന്നു. പാപത്തിൻ്റെ യാതൊരു സ്പർശനവും അവിടെയില്ല. അതുപോലെ തന്നെ അമ്മയ്ക്ക് കിട്ടിയതുപോലെ ഒരു മകനെ ഒരമ്മയ്ക്കും കിട്ടുക സാധ്യമല്ല. ഈശോയെ പോലെ ഇത്ര മനോഹരനായ, ഇത്ര കൃപ നിറഞ്ഞ ഒരു മകനെ, ഒരു മകളെ ആർക്കും കിട്ടുക സാധ്യമല്ല. അപ്പോൾ വേദനയുടെ ആഴങ്ങൾ വരിക എവിടെയാണ്? സ്നേഹത്തിൻ്റെ ആഴങ്ങളിലാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഈ അവസാന നിമിഷങ്ങളിലേക്ക് നിങ്ങൾ കൂടെ നടന്നു നോക്കുക. അമ്മയുടെ കൂടെ നമ്മൾ നടക്കുമ്പോൾ കാണാം ഈശോയുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങൾ. നമ്മുടെ ശിമയോൻ്റെ പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ട് അവളുടെ ഹൃദയത്തിലൂടെ വാള് കടന്നു പോകുന്ന അവസ്ഥകൾ. ആ കുഞ്ഞ് അന്നാസിൻ്റെ അരമനയിൽ, കയ്യഫസിൻ്റെ അരമനയിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ മാതാവ് ചോദിച്ചില്ല. കുരിശിൻ്റെ യാത്രയിൽ നമ്മൾ കാണുന്നുണ്ട്, ഈശോ വീഴുമ്പോൾ ഓടിച്ചെല്ലുന്ന അമ്മ, കുഞ്ഞായിരുന്ന ഈശോയുടെ അടുക്കിലേക്ക് ഓടിച്ചെന്ന് വാരിപ്പുളർന്ന അമ്മയെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ അമ്മ ഉടനെ അത് ഓർക്കുകയാണ്. അവിടെ അമ്മ ചോദിക്കുന്നില്ല. ഇതിനെല്ലാറ്റിനും ഉപരിയായി കുരിശിൻ്റെ വിരിമാറിൽ അവിടുന്ന് ക്രൂശിതനായി, എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട് അവഹേളിതനായി മരിക്കുമ്പോൾ കുരിശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് കരയുന്നു, എനിക്ക് ദാഹിക്കുന്നു എന്ന്. ഞാൻ ഈ അവസരത്തിൽ ഒരു ചോദ്യം ചോദിക്കുക. ഒരമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ നിമിഷം എന്ന് പറയുക എന്താ?
നിങ്ങൾ പല ഉത്തരങ്ങളും പറയുമെന്ന് എനിക്കറിയാം, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഒരമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ നിമിഷമെന്ന് പറയുന്നത് മരിക്കുവാൻ പോകുന്ന തൻ്റെ അരുമസുതന് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കുവാൻ സാധിക്കാത്ത അമ്മയുടെ വേദന. അത് മനുഷ്യ മനസ്സിന് മനസ്സിലാക്കുക സാധ്യമല്ല പ്രിയപ്പെട്ടവരെ. ഇതേ ധ്യാനിച്ചുകൊണ്ടാണ് ഡൊമിനിക്കൻ സഭയിലെ പ്രശസ്തനായ വിൻസെൻ്റ് ഫെറർ എന്ന് പറയുന്ന വിശുദ്ധൻ പറയുന്നുണ്ട്, നിന്റെ പുത്രൻ കുരിശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പൊട്ടിക്കരഞ്ഞപ്പോൾ അമ്മേ നീ എന്തു ചെയ്തു? അതിന് ഉത്തരം അദ്ദേഹം കൊടുക്കുകയാണ്, ഒരുപക്ഷേ നിന്റെ ഹൃദയത്തിൽ നീ ഉരുവിട്ടു ഇപ്രകാരം, എൻ്റെ കണ്ണുനീരല്ലാതെ ഒരു തുള്ളി ജലം പോലും നിനക്ക് നൽകുവാൻ എൻ്റെ പക്കലില്ല എന്ന്. വിശുദ്ധ ബ്രിജിറ്റിനോട് സംസാരിച്ചപ്പോൾ പരിശുദ്ധ കന്യകാമറിയം പറഞ്ഞതിതാണ്, തൻ്റെ മകൻ്റെ കരച്ചിൽ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും ഹൃദയത്തിൽ മാറ്റൊലി കൊണ്ടിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, രക്തസാക്ഷികളുടെ അമ്മയാണ് അവളെന്ന്. നമുക്കറിയാം, മാതാവ് എന്തു ചെയ്യുന്നു? ശാരീരികമായിട്ട് രക്തം ചിന്തിയിട്ടില്ല, പക്ഷേ ഈശോയോട് ചേർന്ന് രക്ഷണീയ പദ്ധതിയിൽ ഏറ്റവും ആഴങ്ങളിൽ സഹകരിച്ച വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. അത് ദൈവം അവൾക്ക് കൊടുത്ത വലിയൊരു പ്രിവിലേജാണ്, ഒരു സ്ഥാനമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, പരിശുദ്ധി അമ്മ ഈ സഹനങ്ങളെല്ലാം ഏറ്റെടുത്തത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. പല വിശുദ്ധ ഗ്രന്ഥ പണ്ഡിതന്മാരും പറയാറുണ്ട്, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് എന്താ? നിങ്ങൾക്കൊന്ന് ഉത്തരം പറയാമോ? എന്തായിരിക്കും? ദൈവത്തിൻ്റെ നിശബ്ദതയാണ്. ദ സൈലൻസ് ഓഫ് ഗാഡ്. പ്രാർത്ഥിച്ചിട്ടും ഉത്തരമില്ല. രോഗങ്ങൾ മാറുന്നില്ല, സാമ്പത്തിക പ്രതിസന്ധികൾ മാറുന്നില്ല, നമ്മൾ എല്ലാവരും തളർന്നു പോവുകയാണ്. ഈ അവസ്ഥയിൽ നമ്മൾ ഓർക്കണം, ദൈവത്തിൻ്റെ നിശബ്ദതയിൽ വിശ്വസ്തയോടുകൂടി ചരിച്ചവളാണ് പരിശുദ്ധിയമ്മ. ഒരിക്കൽ പോലും ചോദിച്ചില്ല, ഇതാണോ നിൻ്റെ പദ്ധതിയെന്ന്. ആ കുഞ്ഞിൻ്റെ മരിച്ച് വിറങ്ങലിച്ച് മൃതശരീരം മടിയിൽ കിടത്തിയപ്പോൾ അവളുടെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നുപോയപ്പോൾ അവൾ ചോദിച്ചില്ല, ഇതിലേക്കാണോ നീ എന്നെ വിളിച്ചതെന്ന്. അവൾ വിശ്വസ്തയോടുകൂടി ചരിച്ചു. അതുകൊണ്ട് അവൾ ഇന്ന് മഹത്വത്തിലാണ് എന്ന് മാർട്ടിനി പിതാവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയെന്ന് വിശുദ്ധ ഗ്രന്ഥ പണ്ഡിതന്മാർ നമ്മോട് പറയുക എന്താണെന്നറിയോ? ഈശോയുടെ കുരിശിൽ കിടന്നുള്ള കരച്ചിലാണ്. ഏൽ ഏൽ ലമാ സബക്താൻ, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചുവെന്ന്. ഞാനും എൻ്റെ പിതാവും ഒന്ന്. ഈശോ എൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും എന്നെ വിട്ടെറിഞ്ഞു പോകും, പക്ഷേ എൻ്റെ അപ്പച്ചൻ എന്നെ ഒരിക്കലും കൈവിടുകയില്ല എന്ന്. എന്നാൽ ഈശോയ്ക്ക് കൊടുത്ത ആ വലിയ വേദനയുടെ അനുഭവം, പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മൾ ഓർക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഓരോ വേദനകളിലൂടെ, തകർച്ചകളിലൂടെ, സങ്കടങ്ങളിലൂടെ, ദുഃഖങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല, ഈശോ നമ്മോട് കൂടിയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, അനുഗ്രഹിക്കപ്പെടുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവർ തീർച്ചയായിട്ടും സഹനത്തിൻ്റെ പാതയിലൂടെ കടന്നുപോയേ പറ്റുകയുള്ളൂ. നമുക്ക് അബ്രാഹത്തിൻ്റെ ജീവിതത്തെ അറിയാം. വിശ്വാസികളുടെ പിതാവായ അബ്രാഹം, നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവം അബ്രാഹത്തെ വിളിച്ചു, എന്നിട്ടെന്താ പറഞ്ഞത്? നിൻ്റെ ദേശം വിട്ടുപോവുക, നിനക്കുള്ളതെല്ലാം വിട്ടുകൊണ്ട് ഞാൻ കാട്ടിത്തരുന്ന സ്ഥലത്തേക്ക് വരിക. അന്ധകാരത്തിലേക്കുള്ളൊരു എടുത്തുചാട്ടമായിരുന്നു അവന്. ആ ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ചുകൊണ്ട് മാതാവ് തൻ്റെ വിളി സ്വീകരിച്ചതുപോലെ പോയി. പക്ഷേ എന്ത് സംഭവിച്ചു? അവസാനം അവന് ഒരു കുഞ്ഞിനെ കൊടുക്കുവാൻ ദൈവം വാഗ്ദാനം ചെയ്തു. ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ദൈവം എന്താ ചെയ്തത്? ആ കുഞ്ഞിനെ മോറിയ മലയിൽ കൊണ്ടുവന്ന് എനിക്കായി ബലി കഴിക്കുകയെന്ന്. അബ്രാഹം അനുസരണത്തോടുകൂടെ ദൈവത്തിൻ്റെ തിരുഹിതം നിറവേറ്റുവാനായിട്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആരുടെയും ജീവിതത്തിൽ, ഏത് വിശുദ്ധൻ്റെയും വിശുദ്ധയുടെയും ജീവിതത്തിൽ നിങ്ങളെടുത്ത് നോക്കുക, ഇവരെല്ലാവരും സഹനത്തിൻ്റെ പാതയിലൂടെ ചരിച്ചവരാണ്, വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. ഇവരെല്ലാവരും കർത്താവിനോട് താതാത്മ്യപ്പെട്ടവരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് സഹനങ്ങൾ വരുമ്പോൾ അവ രക്ഷണീയമാക്കി തീർക്കണം. നമ്മൾ ദൈവത്തോട് പരിതപിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥന വിട്ടെറിഞ്ഞു, ദേവാലയത്തിൽ വിശുദ്ധ ബലിക്ക് പോകുന്നില്ലാത്ത അവസ്ഥകളിലേക്ക്, നിരാശയുടെ പടുകുഴിയിലേക്ക്, ആത്മഹത്യ പ്രവണതകളിലേക്കല്ല പോകേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഈ വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അമലോത്ഭവ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുക, മക്കളെ, എൻ്റെ പുത്രനോട് നിങ്ങൾ ചേർന്ന് നിൽക്കുക, നിങ്ങളുടെ സഹനത്തെ നിങ്ങൾ രക്ഷണീയമാക്കി തീർക്കുക. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല,
ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ സഹനങ്ങളെ നമ്മൾ കാഴ്ചവെക്കണം. ഞാനൊരു പെട്ടെന്നൊരു സംഭവം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ഷീൻ ഒരിക്കൽ ബെൽജിയത്ത് തൻ്റെ നോയമ്പുകാല ധ്യാനം നടത്തുവാനായിട്ട് പോയി. ഈ ധ്യാനത്തിൻ്റെ സമയത്ത് അദ്ദേഹത്തെ ധ്യാനിപ്പിച്ചത് പ്രസിദ്ധനായ ലൂയി ബ്രൗൺ എന്ന് പറയുന്ന ഒരു ഡൊമിനിക്കൻ വൈദികനായിരുന്നു. ഈ ലൂയി ബ്രൗൺ ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ഷീനോട് തൻ്റെ ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുന്നുണ്ട്. അതിതാണ്, അദ്ദേഹം വൈദികനാകുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു വിവാഹിതനായ മനുഷ്യനായിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ പേര് ഒറിജിനലി അദ്ദേഹത്തിൻ്റെ പേര് ഫെലിക്സ് എന്നായിരുന്നു. അദ്ദേഹം പാരീസിലെ ഒരു ഡോക്ടറായിരുന്നു. അദ്ദേഹം കല്യാണം കഴിച്ചത് വലിയ കത്തോലിക്ക വിശ്വാസിയായ എലിസബത്തിനെയായിരുന്നു. ഇവർ കല്യാണം കഴിച്ച ആ ദിവസം മുതൽ ഫെലിക്സിൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു കാര്യമുണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും ഇവളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തണം. പക്ഷേ എലിസബത്ത് എന്ത് ചെയ്യുമായിരുന്നു? ഈ മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനായിട്ട് തീഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം അദ്ദേഹത്തോട് അവൾ പറയും, ഒരിക്കൽ നീ മാനസാന്തരപ്പെടും, നീ മാനസാന്തരപ്പെട്ട് ദൈവത്തിനായിട്ട് നിൻ്റെ ജീവൻ അർപ്പിക്കുമെന്ന്. പക്ഷേ ഫെലിക്സ് പറയുമായിരുന്നു, നിൻ്റെ സമയം നീ വൃഥാവിൽ കളയുകയാണെന്ന്. പക്ഷേ ഒരു രാത്രിയിൽ എലിസബത്ത് വലിയൊരു രോഗബാധിതയായിട്ട് കിടപ്പിലായി. 9 വർഷക്കാലം കിടന്ന കിടപ്പിൽ യാതനകൾ അനുഭവിച്ച് വേദനകൾ അനുഭവിച്ച ഈ സഹോദരി 9 വർഷങ്ങൾക്ക് ശേഷം മരിക്കുകയാണ്. അവർക്ക് മക്കളില്ലായിരുന്നു. ഇവളുടെ ശവടൊക്കെ കഴിഞ്ഞ് ഫെലിക്സ് വീട്ടിൽ വന്ന് അവളുടെ ഡയറി എടുത്തിങ്ങനെ നോക്കുമ്പോൾ അവൾ രോഗിയായി തീർന്ന രാത്രിയിൽ അവളിങ്ങനെ അവളുടെ ഡയറിയിൽ എഴുതിയിരുന്നു, എൻ്റെ ദൈവമേ, എൻ്റെ ഭർത്താവിന് മാനസാന്തരം സംഭവിക്കാത്ത രീതിയിൽ, അവൻ്റെ ആത്മാവിനെ വിലയ്ക്ക് വാങ്ങത്തക്ക രീതിയിൽ വേദനാജനകമായൊരു രോഗം എനിക്ക് നൽകണമേ എന്ന് അവൾ ചോദിച്ചു വാങ്ങുക. തൻ്റെ ഭർത്താവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആ രാത്രിയിലാണ് അവൾ രോഗിയായിത്തീരുന്നത്. വില കൊടുക്കുകയാണ് തൻ്റെ ഭർത്താവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ലൂർദിലേക്ക് പോയി. കാരണം അതുവരെ ലൂർദിലെ അനേകരുടെ വിശ്വാസം തകർത്തവനായിരുന്നു. അവിടെ പോയി ലൂർദിലെ അത്ഭുതങ്ങൾക്കും മാതാവിൻ്റെ അപ്പരീഷൻ പ്രത്യക്ഷീകരണത്തിനുമൊക്കെ എതിരായിട്ട് എഴുതുവാനായിട്ട് തീരുമാനിച്ചവൻ പോയി. അവനിങ്ങനെ നടക്കുമ്പോൾ ഗ്രോട്ടോയിൽ, ലൂർദിലെ ഗ്രോട്ടോയുടെ മുൻപിൽ, മാതാവിൻ്റെ മുൻപിൽ വന്നപ്പോൾ ഒരു പ്രകാശം അവനെ വലയം ചെയ്തു. ആ പ്രകാശത്തിലായി അവന് മാനസാന്തരമുണ്ടായി. ഇവൻ്റെ മാനസാന്തരം അറിഞ്ഞ അന്നത്തെ മാർപ്പാപ്പയായിരുന്ന ബെനഡിക്റ്റ് 15 മാർപ്പാപ്പ അദ്ദേഹത്തെ കാണണമെന്ന് ആഗ്രഹിച്ചു. 2ാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടമായിരുന്നു. തൻ്റെ ഭാര്യയുടെ ഇഷ്ടമനുസരിച്ച് ഇനിയുള്ള ജീവിതം ദൈവത്തിനായിട്ട് സമർപ്പിച്ച് ഞാനൊരു വൈദികനാകുമെന്ന് മാനസാന്തരപ്പെട്ട് തീരുമാനിച്ച ഫെലിക്സ് മാർപ്പാപ്പയെ കാണുവാനായിട്ട് പോയി. മാർപ്പാപ്പയെ കാണുവാൻ പോയത് അദ്ദേഹത്തിൻ്റെ കൂടെ അന്ന് പാരീസിലെ നോട്രഡാം ബസിലിക്കയുടെ റെക്ടറായിരുന്ന ജോൺ വിയെ ആയിരുന്നു. ഇവരവിടെ ചെന്നു, മാർപ്പാപ്പയെ കണ്ടു. മാർപ്പാപ്പ ഇദ്ദേഹത്തിന് വൈദികനാകുവാൻ അനുവാദം കൊടുത്തില്ല. അപ്പോഴൊത്തിരി സങ്കടപ്പെട്ട് ആഗ്രഹിച്ച് അദ്ദേഹം ചോദിച്ചു. അവസാനം ജോൺ വിയെ എന്ന് പറയുന്ന വൈദികൻ ഇടപെട്ടിട്ട് മാർപ്പാപ്പയ്ക്ക് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് വൈദികനാകുവാനായിട്ട് അനുവാദം കൊടുത്തു. അങ്ങനെയാണ് അദ്ദേഹം പ്രസിദ്ധനായ വചനപ്രഘോഷകനായി ലൂയി ബ്രൗൺ എന്ന പുതിയ പേര് സ്വീകരിച്ചുകൊണ്ട് വൈദികനായിത്തീരുന്നത്. പ്രിയപ്പെട്ടവർ, ഇവിടെ നമ്മൾ കണ്ടു, ആ നിരീശ്വരവാദിയായ ഭർത്താവിനെ വിലയ്ക്ക് വാങ്ങിയത് ദൈവത്തിനായിട്ട് അവൻ്റെ ആത്മാവിൻ്റെ രക്ഷ വാങ്ങിയെടുത്തതാരാണ്? ഈ സ്നേഹനിധിയായ ഭാര്യയാണ്. സഹനത്തിലൂടെ നമുക്കറിയാം, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഈശോയോട് ചേർന്ന് ഏറ്റവും ആഴങ്ങളിൽ സഹകരിച്ച വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. ആ അമ്മ നമ്മളോട് ആവശ്യപ്പെടുക, നമ്മുടെ സഹനത്തിൽ നമ്മൾ ഏകരല്ല, നമ്മോടുകൂടി അമ്മയുണ്ട്. അമ്മ സഹകരിച്ചതുപോലെ, വിശുദ്ധർ സഹകരിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമ്മുടെ സഹോദരങ്ങളുടെ, നമ്മുടെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയും കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കണം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് അമലോത്ഭവമയോട് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
ഓ ദിവ്യകാരുണ്യനാഥ, ശിഷ്യത്വത്തിലേക്കുള്ള വിളി തന്നെ സ്വയം പരിത്യജിച്ചുകൊണ്ട് തൻ്റെ അനുദിന ജീവിതത്തിലെ കുരിശുകളും പേറിക്കൊണ്ടുള്ളൊരു യാത്രയാണല്ലോ. അത് മഹത്വത്തിലേക്കുള്ളൊരു യാത്രയാണല്ലോ. ഈശോയെ, അങ്ങേ പിൻചെല്ലുവാൻ ആഗ്രഹിച്ച് കടന്നു വന്ന എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ ഇതൊരു യാഥാർത്ഥ്യമാണല്ലോ. ഞങ്ങളുടെ അമ്മയുടെ ജീവിതത്തിൽ ഞങ്ങൾ കാണുന്നു, ദൈവത്തിൻ്റെ നിശബ്ദതയിൽ വിശ്വസ്തയോടുകൂടി ചരിച്ചവളാണവൾ. ദൈവമേ, അങ്ങനുവദിക്കുന്ന സഹനങ്ങൾ രക്ഷണീയമാക്കി തീർക്കുവാൻ, ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും രക്ഷയ്ക്കുള്ള മാർഗമാക്കി തീർക്കുവാൻ അങ്ങ് ഞങ്ങളെ വിളിക്കുന്നുവല്ലോ. ഓ എൻ്റെ ഈശോയെ, പലപ്പോഴും ഞങ്ങളുടെ ശിഷ്യത്വത്തിൻ്റെ യാത്രയിൽ വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അങ്ങേ പഴിചാരിക്കൊണ്ട് അങ്ങിൽ നിന്നും അകലുവാനുള്ള ഒരു വെമ്പൽ, ഒരു മാനസിക അവസ്ഥ ഞങ്ങളിൽ കടന്നുകൂടാറുണ്ട്. ഈശോയെ, അങ്ങ് വിശുദ്ധ മാർഗ്രറ്റ് മേരിക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവിടുത്തെ തിരുഹൃദയം ത്തിൻ്റെ ദർശനം നൽകിയപ്പോൾ അങ്ങ് വ്യക്തമാക്കി, അമ്മയുടെ ഉദരത്തിൽ ജന്മമെടുത്ത നിമിഷം മുതൽ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും കുരിശിൻ്റെ പാതയിലൂടെ ചരിച്ചവനാണ് അവിടുന്ന്. അവസാനം തൻ്റെ പുനരുത്ഥാനത്തിലൂടെ ഈ സഹനത്തെയും ജന്മപാപത്തിൻ്റെ പരിണതഫലമായി വന്ന മരണത്തെയും സഹനത്തെയും എല്ലാ ബന്ധനങ്ങളെയും അവിടുന്ന് കീഴ്പ്പെടുത്തിയെന്ന് വിശുദ്ധ ബെർണഡറ്റ് പരിശുദ്ധി അമ്മയുടെ സ്നേഹവും ഏറ്റവും അടുത്തനുഭവിച്ച വിശുദ്ധ സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്: എൻ്റെ നാഥൻ്റെ വിശുദ്ധ കുരിശേ, അങ്ങേ ഞാൻ പുണരുന്നു. അങ്ങിലാണ് എൻ്റെ പ്രത്യാശ, അങ്ങിനാണ് എൻ്റെ സാന്ത്വനമെന്ന്. പല വിശുദ്ധരുടെയും ജീവിതത്തിൻ്റെ താളുകൾ മറച്ചു നോക്കുമ്പോൾ അവരൊക്കെ അങ്ങയോട്, ക്രൂശിതനായ അങ്ങയോട് അഭേദ്യമായ ബന്ധം പുലർത്തിയവർ, അവരുടെ ജീവനേക്കാൾ സ്നേഹിച്ചവരാണല്ലോ. നല്ല ഈശോയെ, ജീവിതത്തിൽ എന്തെല്ലാം വേദനകൾ സഹിക്കേണ്ടി വന്നാലും അങ്ങയുടെ നിശബ്ദതയെ തരണം ചെയ്യേണ്ടി വരുന്ന അവസരങ്ങളിലെല്ലാം അങ്ങയോടൊട്ടിച്ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഓ ഈശോയെ, അങ്ങയുടെ തിരുമുറിവേറ്റ കരങ്ങൾ ഞങ്ങളുടെ മേൽ വഹിക്കണമേ. ഞങ്ങളിൽ മരവിപ്പിൻ്റെ അവസ്ഥകൾ അനുഭവിക്കുന്ന, സഹനത്തിൻ്റെ തീച്ചൂളയിൽ വേദനിച്ച് കഴിയുന്ന, തളർന്ന മനസ്സുള്ള എല്ലാ സഹോദരരുടെ മേൽ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ അമ്മയുടെ അത്ഭുതകരമായ മധ്യസ്ഥതയിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിടുതൽ നൽകണമേ, സൗഖ്യം നൽകണമേ. തകർന്ന ഹൃദയങ്ങളുടെ നൊമ്പരങ്ങൾ അവിടുന്ന് ഏറ്റെടുക്കണമേ. മുറിവേറ്റ അങ്ങേ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണമേ. നമുക്ക് കണ്ണുകളടച്ച് ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്നിരുന്നു കൊണ്ട്
ഈശോയെ ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ എന്ന് യാചിച്ച് പ്രാർത്ഥിക്കാം ഈ ഗാനത്തോടൊപ്പം. നാഥാ കനിയേണമേ, നാഥാ കനിയേണമേ, നാഥാ കനിയേണമേ, നാഥാ കനിയേണമേ. തൻ്റെ തിരുക്കുമാരൻ്റെ മരിച്ചു വിറങ്ങലിച്ച മൃതശരീരം മടിയിൽ സ്വീകരിച്ചപ്പോൾ തൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നുപോയ ആ സമയം, അന്നു മുതൽ ഇന്ന് വരെയും നമുക്കെല്ലാവർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ മേരി വിയാനി പറയുക, അന്ത്യവിധി വരെ പരിശുദ്ധ അമ്മയ്ക്ക് വിശ്രമിക്കുക സാധ്യമല്ല എന്ന്. നമുക്ക് അമ്മയോട് ഒരിക്കൽ കൂടി മധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക്, ആ വിമല ഹൃദയത്തിലൂടെ ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ആശീർവാദം സ്വീകരിക്കുവാനായി ഒരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദ്യൂര്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാ